ഈ പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായി എന്താണ് ബന്ധം? വ്യക്തിപരമായിട്ട് ഞാൻ കാണും വർത്തമാനം പറയാറൊക്കെയുണ്ട്, ബന്ധമുണ്ട്. അല്ലാതെ വലിയ പേഴ്സണൽ ബന്ധമില്ല, അങ്ങനെ ബന്ധമൊന്നുമില്ല. കാണും, എന്താണ് പിണറായി വിജയനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടൊരു ദോഷം, ഇപ്പോൾ എല്ലാവരും മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ പിതാവ് മന്ത്രിയായി മുഖ്യമന്ത്രിയായിട്ടൊക്കെ പോയല്ലോ. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം മുഖം കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം തന്നെ കുഴപ്പത്തിൽ പോയി ചാരക്കേസ് ഉൾപ്പെടെ അവസാനമാണ് ചാരക്കേസ്, ആദ്യം രാജ കേസ്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ 77, അപ്പോഴാണല്ലോ രാജൻ കേസ് വരുന്നത്. അന്ന് അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് പതിവില്ലാതെ ഞങ്ങളോടൊക്കെ കാര്യം ചർച്ച ചെയ്തു. അദ്ദേഹം എൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വേണമെങ്കിൽ രക്ഷപ്പെടാം, കാരണം ഞാൻ മന്ത്രി മാത്രമാണ്, എനിക്ക് റിപ്പോർട്ട് തന്നനുസരിച്ചാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് 2-3 ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുക്കാം. പക്ഷേ പിന്നീട് ഞാൻ പറയുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല, കാരണം അവർക്ക് എന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പോഴും ഞാൻ രാജിവെച്ചാൽ ഭാവിയിലെങ്കിലും ഇത് പ്രയോജനപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് അത് എന്ത് പറഞ്ഞാലും ഉദ്യോഗസ്ഥന്മാർ അതേപടി കേൾക്കും, ഒരു സംശയം ഉണ്ടായില്ല. അതേപോലെ ഒരാളെ തട്ടാൻ പറഞ്ഞാൽ തട്ടാൻ ധൈര്യമുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. കാരണം അവരെന്താ പറയുന്നത്, അവർ പറഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കും, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അദ്ദേഹം പറയുന്ന ഉത്തരവുള്ള എന്തിനാണ് ഞങ്ങൾ മാനിക്കാതിരിക്കുന്നത്, ഞങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ എന്തും കേൾക്കും. ആ അവസ്ഥയിലേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരും വിശ്വാസമില്ല, സ്വന്തം കാര്യം അങ്ങ് അടിച്ചേൽപ്പിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് സാർ ഇന്ന തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. എന്താണോ മുഖ്യമന്ത്രിയുടെ ഇഷ്ടം അതനുസരിച്ച് അവർ മൂളിക്കൊടുക്കും, അവസാനം മുഖ്യമന്ത്രി കുഴിയിൽ ചാടും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കെ കരുണാകരനും പിണറായിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എങ്കിലും അവർക്ക് ഭയങ്കര ആത്മവിശ്വാസം, വീണ്ടും അധികാരത്തിൽ വരും. ഇല്ല, അത് ഒരു കാരണവശാലും ഉണ്ടാവില്ല. മാത്രമേ പഴയതുപോലെയല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അവരുടെയൊക്കെ കണക്കുകൾ കൃത്യമായിരുന്നു. ഇന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ദയനീയമായിട്ടാണ് തോൽക്കുന്നത്. അപ്പോൾ സ്ഥിതി അവർക്ക് വളരെ മോശമാണ്. ഇത്തവണ അവർക്ക് നല്ല തിരിച്ചടി ഉണ്ടാകും.